നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഭാവനയിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്നൊരു വസ്തുതയാണ്. നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായ ഏത് ഒരു കാര്യവും നമുക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ആദ്യം നമ്മുടെ ഭാവനയിൽ കാണുകയും ആ ഭാവനയിൽ നിന്നും നമ്മുടെ ആശയങ്ങൾ പടിപടിയായി അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രൂവൺ ഫാക്റ്റാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് ഭാവനയ്ക്ക് പിശുക്ക് കാണിക്കുന്നത്? നന്നായിട്ട് ഭാവന ചെയ്തുകൂടെ? എങ്ങനെ നമ്മുടെ ഭാവനയുടെ കഴിവ് എങ്ങനെ വളർത്തിയെടുക്കാം, അതുപയോഗിച്ച് എങ്ങനെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ആഗ്രഹിച്ച എല്ലാം നേടിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഓക്കെ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ ഒരു ചാപ്റ്ററാണ് ഇമാജിനേഷൻ അല്ലെങ്കിൽ ഭാവന എന്നുള്ളത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കിടക്കാം. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം നമ്മുടെ ഭാവനയിലാണ് ആ പ്രൊഡക്റ്റ് കാണുന്നത്, അല്ലേ? നമ്മൾ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ ആദ്യമായി സൃഷ്ടിക്കുന്ന സമയത്ത് ആദ്യം ആ ഒരു ഇൻവെൻറ്ററുടെ മനസ്സിൽ ഒരു ഭാവനയിലൂടെ കണ്ടു ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിരിക്കും, ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. അത് പിന്നെ സാവധാനത്തിൽ അതിലെ ഫീച്ചേഴ്സ് കൂടുകയും പിന്നീട് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന വിധത്തിലുള്ള ലാപ്ടോപ്പോ അല്ല കമ്പ്യൂട്ടറോ അല്ല മൊബൈലോ ആയി മാറുകയും ചെയ്തു. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഭാവനയിലൂടെ തന്നെ മാത്രമാണ്. ആ ഇൻവെൻറ്ററുടെ ഭാവനയിൽ കണ്ട ഒരു കാര്യം അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് അതൊരു പ്രൊഡക്റ്റായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളൊരു വീടുണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഭാവനയിലാണ് കാണുന്നത് ആ വീടിൻ്റെ പ്ലാനും, ആ വീട് എങ്ങനെ കാണാൻ എങ്ങനെ ഉണ്ടായിരിക്കണം, എത്ര നിലകൾ ഉണ്ടായിരിക്കണം, അങ്ങനെയെല്ലാം നമ്മുടെ മനസ്സിൽ ആദ്യം അതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു പിക്ചർ വരികയും അത് പിന്നെ പ്ലാൻ വരച്ച് അത് മെല്ലെ മെല്ലെ നമ്മൾ മോഡിഫൈ ചെയ്ത് പിന്നെ മെല്ലെ മെല്ലെ ഉണ്ടാക്കി തറ കെട്ടി അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി അങ്ങനെ റൂഫ് ഉണ്ടാക്കി അങ്ങനെ എല്ലാം സൃഷ്ടിച്ചാണ് നമ്മളെ വീട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാവന നമുക്ക് എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം? ഏതായാലും രണ്ട് തരത്തിലുള്ള ഭാവനയാണുള്ളത്. ഒന്ന് സൃഷ്ടിപരമായ ഭാവന, ക്രിയേറ്റീവ് ഇമാജിനേഷൻ. മറ്റൊന്ന് സിന്തറ്റിക് ഇമാജിനേഷൻ, അതായത് കൃത്രിമമായ ഭാവന. ഈ സിന്തറ്റിക് ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായ ഭാവന എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മുഖാന്തരം അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുകൾ മുഖാന്തരമോ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്, അതിനെ നമ്മൾ സിന്തറ്റിക് ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ആയി മാറുന്നത്. സാധാരണ നമ്മുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള അറിവോ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ ആണ് ഇങ്ങനെ വരുന്നത്. ഇനി വേറൊന്നുള്ളത് ക്രിയേറ്റീവ് ഇമാജിനേഷനാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തീർത്തും പുതിയതൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കണം. ആദ്യം ഉണ്ടാക്കിയത് നമ്മളെന്താണ് ചെയ്തത്? നമ്മളുടെ അറിവിനെ പല കോമ്പിനേഷനുകളിൽ കോമ്പിനേഷനുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് സൃഷ്ടിച്ചെടുത്തു. ഇനി ഈ ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ആശയം, ഒരു പുതുതായിട്ടുള്ള ഏറ്റവും പുതുപുത്തൻ ആശയം, ഇപ്പോൾ നിലവിലില്ലാത്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ആശയം, അത് നമുക്കറിയില്ല എങ്ങനെ ഉണ്ടാക്കുന്നതിന് നമ്മൾ പഠിച്ചിട്ടില്ല, അതിൻ്റെ ഒരു കോമ്പിനേഷൻസും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഭാവനയിൽ ചെയ്ത് നമ്മളെ ഈ ഭാവന പിന്നെ പ്രപഞ്ചശക്തിയുമായിട്ട് വർക്ക് ചെയ്ത് ആ പ്രപഞ്ചശക്തി നമുക്ക് ചില വെളിപാടുകൾ തരും. ഇത് ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞുള്ള ചില വെളിപാടുകൾ തരും. ആ വെളിപാടുകൾ ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്ന പ്രൊഡക്റ്റുകൾ ആണ് നമ്മൾ ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഉപയോഗിച്ച് സൃഷ്ടിച്ച പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഏറ്റവും പുതുതായിട്ട് ഉള്ള സൃഷ്ടിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ പണിപ്പുരയാണ് ഭാവന, അല്ലേ? വർക്ക്ഷോപ്പാണ് ഭാവന. നമ്മുടെ മനസ്സിൻ്റെ വർക്ക്ഷോപ്പാണ് ഭാവന. അപ്പോൾ ഈ ഭാവന ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ അത് നമ്മൾ ഉപയോഗിച്ചെടുക്കാം? നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് നമ്മളെ മസിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഭാവനയെയും നമുക്ക് അതുപോലെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഓക്കെ, അതുകൊണ്ട് നമ്മളെ ഭാവനയുടെ കഴിവിനെ നമ്മൾ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കണം. പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാനോ സർവീസസ് ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഇപ്പോഴുള്ളൊരു കാര്യത്തെ മെച്ചപ്പെടുത്തി എടുക്കുവാനോ ഭാവനയെ നിരന്തരം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു മസിൽ ഡെവലപ്പ് ചെയ്യുന്നത് പോലെ
നമ്മളെ ഒരു കഴിവിനെ അത് ഡെവലപ്പായി വരികയും അത് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മുന്നേറുവാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ ഫോർ എക്സാമ്പിൾ നമ്മുടെ എപ്പോഴത്തെയും നല്ല ഒരു ഇൻവെൻറ്ററാണ് നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം നിരന്തരമായി ഈ ഭാവനയിലൂടെയാണ് പ്രൊഡക്റ്റുകൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പറയത്തക്ക വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പലതരത്തിൽ പഠിച്ചെടുക്കുകയും ചെയ്തു. ആ ഭാവന എന്ന കഴിവിനെയാണ് അദ്ദേഹം വളരെ അധികമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഇമാജിനേഷനിൽ വരും ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരുന്ന് അദ്ദേഹത്തിന് പല വെളിപാടുകൾ പോലെ കിട്ടുകയും അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ കാണാം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഞാൻ ചില പ്രൊഡക്റ്റുകൾ ചില നമുക്കറിയാത്ത, നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രൊഡക്റ്റുകളെ പറ്റി നമ്മൾ ഓർഡർ ചിലപ്പോൾ നമ്മൾ എടുത്തുനിന്ന് വരും. ഓക്കെ, നമ്മളൊരു ചാലഞ്ചായിട്ട് എടുക്കും അത്. പിന്നെ ആ എടുത്തതിന് ശേഷം നമ്മളായിരിക്കും അയ്യോ ഇത്ര സമയത്തിനുള്ളിൽ ഉണ്ടാക്കി കൊടുക്കുകയും വേണം, അതിനെപ്പറ്റി വലിയൊരു പിടിപാടൊന്നും ഇല്ല തന്നെ. അപ്പോൾ പിന്നെ നമ്മൾ നിരന്തരമായിട്ട് 3-4 ദിവസം നിരന്തരമായിട്ട് അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടേയിരിക്കും. അതിനെക്കൊണ്ട് ഭാവന ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പ്രോഡക്റ്റ് ഇങ്ങനെ ആയിരിക്കണം, ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, കാണുവാൻ ഇങ്ങനെ ആയിരിക്കണം, അതിൻ്റെ സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ എല്ലാ വിധത്തിലുള്ള അതിൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ അതിൻ്റെ ബോഡി ഷേപ്പ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ കളറ്, അങ്ങനെ എല്ലാം നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ട് പിന്നീട് ഒരു ചില ആശയങ്ങൾ ഉദിച്ചു വരും. അപ്പോൾ അത് നമ്മൾ പേപ്പറിലേക്ക് പകർത്തുകയും പിന്നെ അതിനനുസരിച്ചിട്ട് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും നിർമ്മിച്ചെടുത്ത് അത് ഉണ്ടാക്കിയെടുത്ത് അത് നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴുള്ള ആ സന്തോഷമില്ലേ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം അതിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഒട്ടും അമാന്തിക്കേണ്ട. നമുക്ക് എന്ത് ഉണ്ടാക്കണമെങ്കിലും നമ്മൾ ആദ്യം 2-3 ദിവസം അതിനെപ്പറ്റിക്കുറിച്ച് ഭാവിക്കുവാൻ, ഭാവനയിൽ വരുത്തുവാനായി ചെലവിട്ടാൽ നമുക്ക് തീർച്ചയായും ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നിർമ്മിച്ചെടുക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ തീവ്രമായി ആഗ്രഹിച്ചോളൂ. ആ ആഗ്രഹം സബലീകരിക്കും എന്നുള്ള തീവ്രമായ വിശ്വാസം ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ആ വിശ്വാസത്തോടൊപ്പം തന്നെ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയൊരു ഭാവനയിൽ കൊണ്ടുവരൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹിച്ച ഉൽപ്പന്നം അല്ലെങ്കിൽ സർവീസ് ഉണ്ടാക്കിയെടുക്കുവാൻ അനായാസേന സാധിക്കും. പ്രപഞ്ചശക്തി നമ്മളെ അതിനുവേണ്ടി സഹായിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി എല്ലാ ജോലികളും ചെയ്തുകൊള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. ഓൾ ദി വെരി ബെസ്റ്റ് രവി. എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു.